ഇന്ത്യ ഏഷ്യൻ കപ്പിൽ തുടർച്ചയായിട്ട് 2 മത്സരങ്ങൾ തോറ്റു. അപ്പോൾ രണ്ടാമത്തെ മാച്ച് തോറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആരാധകരുടെ ക്ഷമ നശിച്ചു. അപ്പം ആരാധകരുടെ ക്ഷമ നശിച്ചപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റിമാച്ചിനെ പുറത്താക്കണം, ഇഗോർ സ്റ്റിമാച്ചിനെ പുറത്താക്കണം എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കിയാൽ ഇഗോർ സ്റ്റിമാച്ചിൻ്റെ ഭാഗത്തുനിന്ന് ടാക്ടിക്കലി മിസ്റ്റേക്ക് ഉണ്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ ടീം സെലക്ഷൻ്റെ കാര്യത്തിലും പുള്ളി മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെട്ടെന്ന് ഇപ്പം ഇഗോർ സ്റ്റിമാച്ചിനെ മാറ്റിക്കൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിൽ വലിയ ചേഞ്ചസ് വരും, അല്ലെങ്കിൽ ഇന്ത്യ വേറൊരു രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത് ഈ രീതിയിലുള്ള ക്വാളിറ്റി ഓപ്പോസിഷനെതിരെ കളിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും ആരും വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മുടെ ഈ ഒരു നാഷണൽ ടീമിൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു സക്സസ്, അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ടീം ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ രീതിയിലുള്ള ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ടുള്ള ഏഷ്യൻ നേഷൻസിനെതിരെ, ഫുട്ബോളിംഗ് നേഷൻസിനെതിരെ നല്ല രീതിയിൽ കളിക്കണമെങ്കിൽ PAO അല്ലെങ്കിൽ OCI പ്ലേയേഴ്സൊക്കെ വന്നാൽ മാത്രമേ നമ്മുടെ ഫുട്ബോൾ അല്ലെങ്കിൽ നമ്മുടെ ഫുട്ബോൾ ടീമിന് ഈ രീതിയിലുള്ള ബെറ്റർ ഫുട്ബോളിംഗ് നേഷൻസിനെതിരെ പെട്ടെന്ന് പെർഫോമൻസ് നടത്താൻ പറ്റത്തുള്ളൂ. അപ്പം അത് ശരിക്കും പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. ഫുട്ബോൾ പോണക്കത്തെ ഒരു ഗെയിമിന് വേണ്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനത്തെ ഒരു ചേഞ്ച് വരുത്താൻ ഒരിക്കലും ഗവൺമെൻറ് പെട്ടെന്നൊന്നും അടുത്ത കാലത്തൊന്നും തയ്യാറാകും എന്ന് ഉള്ള പ്രതീക്ഷ ആരും വെക്കണ്ട. സോ നമ്മൾ ആസ് എ ഫുട്ബോളിംഗ് നേഷൻ നമുക്ക് വളരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ബേസിക് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫുട്ബോളിംഗ് സ്ട്രക്ചർ, ഇന്ത്യക്കുള്ളിലുള്ള ഫുട്ബോളിംഗ് സ്ട്രക്ചർ ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പം ശരിക്കും ഇഗോർ സ്റ്റിമാച്ച്, ഇപ്പം ഈ ഇഗോർ സ്റ്റിമാച്ച് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ്റെ പല വാക്കുകളും എന്താ പറയുന്നത് സെൻസിബിളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് പുള്ളി പറയുന്ന പല കാര്യങ്ങളും നമ്മൾ അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മളൊന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ AFF ഒക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫുട്ബോളിൽ നല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് വരുത്താൻ നമുക്ക് പറ്റും. അപ്പം കഴിഞ്ഞ ദിവസം എപ്പോഴോ ഞാനൊരു ഇൻ്റർവ്യൂ പുള്ളിയുടെ കാണുന്നത്, അപ്പോൾ പുള്ളി അതിനകത്ത് പറയുന്നുണ്ട് ഇന്ത്യയിൽ ഫുട്ബോളിംഗ് കൾച്ചർ ഇല്ല, അതുകൊണ്ടാണ് ഇന്ത്യ ഫുട്ബോളിൽ മുന്നോട്ട് വരാത്തതെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഫുട്ബോളിംഗ് കൾച്ചറുള്ള കുറച്ച് സ്റ്റേറ്റ്സ് ഇന്ത്യയിലുണ്ട്, ഒരു 5-6 സ്റ്റേറ്റ്സ് ഇന്ത്യയിൽ ഫുട്ബോളിംഗ് കൾച്ചറുള്ളതുണ്ട്. അപ്പം കേരളമായാലും അല്ലെങ്കിൽ ബംഗാളായാലും ഗോവ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. അപ്പം ഇവിടെയൊക്കെ കൂടുതൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ സ്റ്റേറ്റുകളിലൊക്കെ ഫുട്ബോളിംഗ് സ്ട്രക്ചറിൽ നമ്മൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ല കോച്ചസിനെ കൊണ്ടുവരണം, അവിടെ അവർക്ക് ട്രെയിൻ ചെയ്യാൻ നല്ല പിച്ചസ് വേണം. അപ്പോൾ അങ്ങനെ കേരളം പോലത്തെ ഒരു സ്റ്റേറ്റിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ AFF അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, പിന്നെ ഇവിടുത്തെ ക്ലബ്ബുകൾ, സൂപ്പർ ലീഗിലൊക്കെ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സൊക്കെ പോണത്തെ ക്ലബ്ബുകൾ, അവരെല്ലാവരും കൂടി ഇരുന്നിട്ടൊരു ഒരു പ്രോപ്പർ പ്ലാനിങ് നടത്തി ഒരു നല്ലൊരു ഫുട്ബോളിംഗ് സ്ട്രക്ചർ ഇവിടെ കൊണ്ടുവരണം. ഇവിടുത്തെ ചെറിയ പിള്ളേർക്കാണ് ആദ്യം നല്ല കോച്ചിങ് കിട്ടേണ്ടത്. അവിടെ നാഷണൽ ടീമിൽ എത്ര വലിയ കോച്ചിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഒരു ഫുട്ബോൾ പ്ലേയേഴ്സിനെ കൊണ്ട് നമ്മളെ വലിയ മിറക്കിൾസ് അല്ലെങ്കിൽ വലിയ അത്ഭുതങ്ങളൊന്നും നമുക്ക് സംഭവിക്കാൻ വേണ്ടി പറ്റത്തില്ല. ചെറിയ പിള്ളേർക്ക് നല്ല കോച്ചസിനെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ കോച്ചിങ് കൊടുത്ത് അവിടെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഫുട്ബോളിംഗ് മാച്ചസ് കളിക്കണം. ഈ സ്കൂളുകളിലൊക്കെ ഇതിനുള്ള അവയർനെസ് നമ്മൾ ശരിക്കും നടത്തിയാൽ മാത്രമേ നമ്മുടെ ഫുട്ബോൾ മുന്നിലേക്ക് വളരത്തുള്ളൂ. എല്ലാ സ്കൂളുകൾക്കും പ്രോപ്പറായിട്ട് ടീമുകൾ വേണം. ആ ടീമുകൾ പല ഏജ് കാറ്റഗറിയിൽ Under 9, Under 12, Under 15 ആ രീതിയിലൊക്കെ ഏജ് കാറ്റഗറിയിൽ പ്രോപ്പർ കോച്ചിങ് കിട്ടി അവർ മാച്ചസ് സ്കൂളുകൾ ഇൻ്റർ സ്കൂൾ ടൂർണമെൻറ്റ്സ് നടത്തണം, ഇൻ്റർ ഡിസ്ട്രിക്റ്റ് ടൂർണമെൻറ്റ്സ് നടത്തണം. അങ്ങനെ സ്റ്റേറ്റിനൊക്കെ പ്രോപ്പറായിട്ടുള്ള നല്ല ടീമിനെ നമുക്ക് ആ രീതിയിൽ മാത്രമേ നല്ലൊരു ടീം സ്റ്റേറ്റിന് വരും. സ്റ്റേറ്റിൽ നിന്നുള്ള ആ ഒരു സ്ട്രക്ചറിൽ വളരുന്ന ആൾക്കാരെ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോഴത്തേനും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ലെവൽ നല്ല രീതിയിൽ ആ ഒരു ലെവലിൽ മാറ്റം വരും. അപ്പം അതല്ലാതെ PAO അല്ലെങ്കിൽ OCI പ്ലേയേഴ്സൊക്കെ വന്നാൽ മാത്രമേ ആ ഒരു ക്വിക്ക് ഫിക്സ് ഇപ്പോൾ ആ ഒരു നാഷണൽ ടീമിൽ വരുത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇഗോർ സ്റ്റിമാച്ചിനെ പല ആൾക്കാരും ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴത്തേനും ഈ കോൺസ്റ്റന്റൈൻ പോണക്കത്തെ നമ്മുടെ മുന്നത്തെ കോച്ചിനെ പുകഴ്ത്തുന്ന പലരെയും ഞാൻ കണ്ടു. കോൺസ്റ്റന്റൈൻ പണ്ട് ഇംഗ്ലീഷുകാർ പണ്ട് 80കളിലും ഒക്കെ പരീക്ഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു ലോങ് ബോൾ, 70ലും 80കളിലും ഒക്കെ പരീക്ഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു ലോങ് ബോൾ ടാക്ടിക്സ് വെച്ചുകൊണ്ടാണ് പുള്ളി കളിച്ചുകൊണ്ടിരുന്നത്. പുള്ളി ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ ഇവർക്കെതിരെ മാരക കളിക്കും. ഈ ലോങ് ബോൾ ഇവിടെ വന്നിട്ട് ഓസ്ട്രേലിയക്കെതിരെ കളിക്കുക അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കളിക്കുക, നമ്മൾ സർവൈവ് ചെയ്യത്തില്ല. അപ്പം ഗോയിങ് ഫോർവേഡ് നമ്മൾ ഒരിക്കലും ഈ ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ആയിരിക്കരുത് നമ്മുടെ പ്രയോറിറ്റി. ഇന്ത്യയുടെ പഴയ കോച്ചസ്, കുറച്ച് മുന്നോട്ടുള്ള കോച്ചസിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ എനിക്ക് വൺ ഓഫ് ദ വേസ്റ്റ് കോച്ചായിട്ടാണ് സ്റ്റീഫൻ കോൺസ്റ്റന്റൈനെ എപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം പുള്ളിയുടെ ടാക്ടിക്സ് ആയാലും പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് ഫുട്ബോളൊന്നും നമുക്ക് പറ്റിയതല്ല. ലോങ് ടൈം മുന്നിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും അങ്ങനത്തെ കോച്ചിനെ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ്റെ പേര് പറയുന്നവർ ദയവ് ചെയ്ത് ഒന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. സ്റ്റിമാച്ചിനെ മാറ്റി വേറൊരു കോച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചാൽ തന്നെ ഈ രീതിയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഫുട്ബോളിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്
നിർത്താവുന്ന തരത്തിലുള്ള കോച്ചസിനെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ അറ്റാക്കിങ്ങോ അല്ലെങ്കിൽ ലോങ് ബോൾസോ കളിച്ചുകൊണ്ട് നമ്മൾ നല്ല ടീമുകൾക്കെതിരെ ജയിക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫുട്ബോളിൽ എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരണമെങ്കിൽ AFF, സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, പല ISL ക്ലബ്ബുകൾ ഇവരൊക്കെ വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഫുട്ബോളിൽ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഇപ്പം ഇഗോർ സ്റ്റിമാച്ചിനെ മാറ്റിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും, ഇന്ത്യൻ ഫുട്ബോളിലെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് ശരിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമ്മൾ നമ്മുടെ ലാസ്റ്റ് മാച്ച് AFC ഏഷ്യൻ കപ്പിൽ നമ്മുടെ ലാസ്റ്റ് മാച്ച് സിറിയക്കെതിരെയാണ് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത്. സിറിയ എന്ന് പറയുന്ന ടീം 91ാമത്തെ റാങ്ക്, നമ്മൾ 102 നിൽക്കുന്നു, അവർ 91 നിൽക്കുന്നു. നമ്മൾ 2019 ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ 1-1 ഡ്രോ ഒക്കെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു സിറിയക്കെതിരെ. പക്ഷേ സിറിയയുടെ ഈ ഒരു ഏഷ്യൻ കപ്പിൽ അവരുടെ ആ ഒരു പ്രകടനം നമ്മൾ നോക്കിയാൽ ഉസ്ബെക്കിസ്ഥാനെതിരെ 0-0, ഓസ്ട്രേലിയക്കെതിരെ 1-0 തോറ്റു. അപ്പം ഈ രണ്ട് മാച്ചിലും അവർക്ക് അവരുടെ അറ്റാക്കിംഗ് ഇൻറ്റൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല അവരുടെ ടീമിൽ അവർ കൊളംബിയയിൽ നിന്നും അർജൻറ്റീനയിൽ നിന്നൊക്കെ അവരുടെ ഫോറിൻ പ്ലെയേഴ്സിനെ, അവരുടെ സിറിയ ഒറിജിനായിട്ടുള്ള ഫോറിൻ പ്ലെയേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ ടീമിൽ. അതുകൊണ്ട് തന്നെ അവരുടെ ടീമിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ, അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ അവർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പഴയ സിറിയയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. ഈ ടീമിനെതിരെ നമ്മൾ ഒത്തിരി ഡിഫെൻസീവ്ലി ഒത്തിരി ഹൈ ലൈൻ നമ്മൾ സെറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യും. എന്താണെങ്കിലും നമ്മുടെ ഡിഫൻഡേഴ്സിനൊന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഹൈ ലൈൻ കളിച്ചുകൊണ്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മുടെ ഡിഫൻഡേഴ്സിനൊന്നുമില്ല. സന്ദേശ് സിംഗിനൊക്കെ ഇൻസൈഡ് ദ ബോക്സ് ഡിഫെൻഡ് ചെയ്യാൻ മിടുക്കനാണ്. പക്ഷേ ഇത്രയും ഹൈലൈൻ കളിച്ചിട്ട് ഇത്രയും സ്പേസ് ബാക്കിൽ അവൈലബിൾ ആകുമ്പോഴത്തേനും ഇവരുടെ എക്സ്ട്രീംലി പേസി ആയിട്ടുള്ള ഈ വിങ്ങേഴ്സൊക്കെ അറ്റാക്ക് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് പുറകെ പോയി അവരെ പിടിക്കാനുള്ള ആ ഒരു പേസ് നമുക്കില്ല. അപ്പോൾ അത് ഈ ഇൻസൈഡ് ദ ബോക്സ് ഈ ഡിഫെൻഡിങ്ങും അതുപോലെ തന്നെ ഈ ഇത്രയും ഹൈലൈൻ ഡിഫെൻഡ് ചെയ്യുന്നതും രണ്ട് തരം ഗെയിമാണ്. അത് നമ്മുടെ പ്ലെയേഴ്സിന് പറ്റുന്നതല്ല. സോ അതുകൊണ്ട് തന്നെ സ്റ്റിമാച്ച് ആ ഒരു കാര്യത്തിൽ കുറച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അത്രയും ഹൈലൈന് പോകാതെ കുറച്ചൊരു ഡിഫെൻസീവ്ലി കുറച്ചുകൂടെ അവെയറായിട്ട് നിൽക്കാൻ വേണ്ടി ഈ ഒരു മാച്ചിൽ ശ്രമിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടൈം ഡിഫെൻഡ് ചെയ്യണം എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ അറ്റാക്ക് കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയും ശ്രമിക്കണം. സിറിയ എന്താണെങ്കിലും ബാക്കിയുള്ള ഓസ്ട്രേലിയക്കെതിരെയും അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനെതിരെയും കളിച്ച പോലെ ഒത്തിരി ഡീപ്പറായിട്ട് കളിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പം ഇന്ത്യ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മുന്നിലേക്ക് ഡിഫെൻസീവിൽ ഒത്തിരി ഹൈലൈൻ കളിക്കാതെ മിഡ്ഫീൽഡിലായാലും ഡിഫെൻസിലായാലും ഗെയിമിൻ്റെ എല്ലാ ഫേസിലും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ബോൾ വിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക. അപ്പം അതായിരിക്കണം ഇന്ത്യയുടെ ഒരു തന്ത്രം. അല്ലാതെ കുറേ പൊസഷൻ വെച്ചുകൊണ്ട് ഈ ഡിഫെൻസീവ്ലി ഒത്തിരി ഹൈലൈൻ കളിക്കാൻ പോയി കഴിഞ്ഞാൽ കൺസീഡ് ചെയ്യും സിറിയക്കെതിരെ. അപ്പോൾ കഴിഞ്ഞ മാച്ചിൽ നിന്ന് ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴത്തേന് ഇന്ത്യൻ ടീമിൽ ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഡിഫെൻസീവ് ലൈൻ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ നിൽക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ മിഡ്ഫീൽഡിൽ ഈ അപ്പൂയ സുരേഷിൻ്റെ കൂട്ടത്തിൽ താപ്പയ്ക്ക് പകരം ബ്രാൻഡൻ ഫെർണാണ്ടസ് വേണം. നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സെറ്റ് പീസ് ഡെലിവറീസിൻ്റെ കാര്യത്തിലായാലും ബ്രാൻഡൻ ഫെർണാണ്ടസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ മാച്ചിൽ വന്നപ്പം പുള്ളി അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താപ്പയ്ക്ക് പകരം നമ്പർ 10 റോളിൽ ഈ ഒരു മാച്ചിൽ നമുക്ക് ബ്രാൻഡൻ ഫെർണാണ്ടസ് വേണം. പിന്നെ വിങ്ങിൽ മൻവീറിന് പകരം ചാങ്തെ കൂടെ തിരിച്ച് വരണം. പിന്നെ ഛേത്രി തന്നെ നമ്പർ 9, ലെഫ്റ്റ് വിങ്ങിൽ മഹേഷ്. അപ്പം ഈ രീതിയിലുള്ള ചേഞ്ചാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ ശരിക്കും ഈ 3 ടീമുകളിൽ ഉസ്ബെക്കിസ്ഥാൻ, ഓസ്ട്രേലിയ, സിറിയ നമുക്ക് എങ്ങനെയും തോൽപ്പിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ടൂർണമെൻറ്റിൽ വന്നിരിക്കുന്നത്. പക്ഷേ സിറിയയുടെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് അത്ര എളുപ്പമായിരിക്കത്തില്ല സിറിയ തോൽപ്പിക്കുക എന്നുള്ളത്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല ഫൈറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇപ്പം ജയിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് സമനിലയെങ്കിലും പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം സിറിയയുടെ ക്വാളിറ്റി, ഞാൻ 2 മാച്ചസിലും സിറിയയുടെ ക്വാളിറ്റി അറ്റാക്കിംഗ് വൈസ് ആണെങ്കിലും ഡിഫെൻസീവ്ലി ആണെങ്കിലും അവർക്ക് ആ ഒരു ഫിസിക്കാലിറ്റിയുടെ സുപ്പീരിയോറിറ്റി ഉണ്ട് നമ്മളെക്കാളും. അതുപോലെ തന്നെ ടെക്നിക്കൽ എബിലിറ്റിയിലും ഈ 2 കാര്യത്തിലും സിറിയൻ ടീം നമ്മളെക്കാളും ബെറ്റർ ആയിട്ടാണ് എനിക്ക് കഴിഞ്ഞ 2 മാച്ചസിലും തോന്നി. ഓസ്ട്രേലിയക്കെതിരെ ആണെങ്കിലും ഓസ്ട്രേലിയ 10 ഷോട്ട് എടുത്തു, ഒരെണ്ണമായിരുന്നു ടാർഗറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ കൺവേർട്ട് ചെയ്തു. പക്ഷേ ഇവരാണെങ്കിലും 8 ഷോട്ട് അവർക്കെതിരെ എടുത്തു. ഓസ്ട്രേലിയക്കെതിരെ 8 ഷോട്ടോളം അവരെടുത്തു. അതിൽ ഒരെണ്ണം അവർക്കും ടാർഗറ്റിലുണ്ടായിരുന്നു. പക്ഷേ അത് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അറ്റാക്കിംഗ് വൈസും ഈ ടീം ഭയങ്കര ഡേഞ്ചറാണ്. ഓസ്ട്രേലിയക്കെതിരെ ആയാലും ഉസ്ബെക്കിസ്ഥാനെതിരെ ആണെങ്കിലും നമ്മളത് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറിയക്കെതിരെയുള്ള ടീമിൽ വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ മാച്ചിൽ വലിയ പ്രതീക്ഷ വേണ്ട. പക്ഷേ
നമ്മൾ ഫൈറ്റ് ചെയ്യും, നമ്മുടെ ഫൈറ്റ് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ തോക്കാതിരിക്കുക, അറ്റ്ലീസ്റ്റ് സമനിലയെങ്കിലുമാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ നല്ലൊരു ഫൈറ്റ് ഈ ഒരു മാച്ചിൽ കാണണം, നല്ല അറ്റാക്കിംഗ് മൊമെൻറ്റ്സ് വേണം, ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മാച്ചിനെ പറ്റിയുള്ള എൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ കാണാം. ഫുട്ബോൾ ആശാൻ സൈനിങ് ഓഫ്. ബൈ.